السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 19ാമത്തെ അധ്യായമായി അദ്ദേഹം പറഞ്ഞു, ബാബുൻ മൻ ഹാബഹുൻ നാസു ഖൗഫൻ മിൻ ലിസാനിഹി. ഏതൊരുവനെയാണോ അവന്റെ നാവിന്റെ ഉപദ്രവം ഭയന്നുകൊണ്ട് ജനങ്ങൾ അവനിൽ നിന്നും വിട്ടുനിൽക്കുന്നത്, അകന്നു നിൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. ഈ അധ്യായത്തിൽ ഒരു ആയത്തും ഒരു ഹദീസുമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ ദർസിൽ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തിപ്പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഏതൊരുവനുണ്ടോ അവന് നാശം, അവന് നരകം, അവന് കഠിനമായ ശിക്ഷ. സഹോദരങ്ങളെ, ഈ അധ്യായം നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു അധ്യായമാണ്. മുൻകഴിഞ്ഞ എല്ലാ അധ്യായങ്ങളും അതുപോലെ തന്നെയാണ്. എങ്കിലും മുന്നേ പറഞ്ഞതുപോലെ ഓരോ അധ്യായവും കടന്നു പോകുമ്പോൾ അത് നമ്മെ കൂടുതൽ കൂടുതൽ ഭയപ്പെടുത്തേണ്ടതുണ്ട്. നോക്കൂ, ഈ തലക്കെട്ട് തന്നെ നമ്മെ ഭയപ്പെടുത്തുന്ന തലക്കെട്ടാണ്. ജനങ്ങൾ ചില ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാറുണ്ട്, മാറി നിൽക്കാറുണ്ട്. അത്തരം ആളുകൾ വിചാരിക്കും, ജനങ്ങൾക്ക് എന്നോട് ബഹുമാനം കൊണ്ടാണ്, ഞാനെന്തോ വലിയ സംഭവമാണ്. അല്ല, മറിച്ച് യഥാർത്ഥത്തിൽ അവന്റെ നാവിന്റെ ശർറ് ഭയന്നതുകൊണ്ടാണ്, ഉപദ്രവം ഭയന്നതുകൊണ്ടാണ് ജനങ്ങൾ അവനിൽ നിന്നും അകന്നു നിൽക്കുന്നത്. എന്താണ് അത്തരം ആളുകളുടെ വിശേഷണങ്ങൾ? അല്ലാഹു സൂറത്തുൽ ഹുമസയിൽ നമുക്കെല്ലാവർക്കും മനപ്പാഠമുള്ള സുപരിചിതമായ സൂറത്തും ആയത്തുമാണിത്. അല്ലാഹു പറഞ്ഞു, വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഹമ്മാസും ലമ്മാസുമായ ഏതൊരുവനുണ്ടോ അവന് നാശം. വൈൽ എന്നത് ഗുരുതരമായ താക്കീതാണ്. നരകം, കഠിനമായ ശിക്ഷയെ അറിയിക്കുന്ന കാര്യമാണത്. അൽ ഹമ്മാസ് അതല്ലെങ്കിൽ ഹുമസ എന്ന് പറഞ്ഞാൽ കുത്തിപ്പറയുക, ജനങ്ങളെ പ്രവൃത്തി കൊണ്ട് ഉപദ്രവിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആംഗ്യം കാണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട്, ആ രൂപത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകൾക്കാണ് അൽ ഹമ്മാസ് എന്ന് പറയുക. അതല്ലെങ്കിൽ ഹുമസ എന്ന് പറഞ്ഞാൽ അതാണ്. അൽ ലമ്മാസ്, ലുമസ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട്, നാവുകൊണ്ട് ജനങ്ങളെ ആക്ഷേപിക്കുന്നവൻ, ഉപദ്രവിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഇത് സഹോദരങ്ങളെ വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക. കുത്തിപ്പറയലും അവഹേളിക്കലും ആക്ഷേപിക്കലുമൊക്കെ വൻപാപങ്ങളാണ്. നമ്മിൽ പലർക്കും നിസ്സാരമായി തോന്നുന്ന കാര്യമാണിത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്,
വാക്കുകൾക്കിടയിൽ അവന് 2 കൊടുത്തിട്ടുണ്ട്. ആളുകളെ കുത്തിപ്പറയുക എന്നത് ഗുരുതരമായ തെറ്റാണ്. അത് ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലും മനസ്സിലാവാത്ത രൂപത്തിലും ഒക്കെ നമ്മൾ ചിലവഴിക്കാറുണ്ട്. നമ്മുടെ സാമർഥ്യമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത് എന്താണ്? വൻപാപമാണ്. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ആളുകളെ ഉപദ്രവിക്കുക, കുത്തിപ്പറയുക എന്നത് ഗുരുതരമായ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഈ ആയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. മനഃപ്പാഠമാണ്, പക്ഷേ അതിൻ്റെ ആശയത്തിലേക്ക്, അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അടുത്തതായി അദ്ദേഹം ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال إن شر الناس منزلة عند الله يوم القيامة من ودعه الناس أو تركه الناس اتقاء فحشه. عائشة رضي الله عنها അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. ഇന്ന ശർറന്നാസി മൻസിലതൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുണ്ടായിരിക്കുക മൻ വദഅഹു നാസു ഔ തറകഹു നാസു ഇത്തിഖാഅ ഫുഹ്ശിഹി, ഏതൊരുവനെയാണോ ജനങ്ങൾ ഉപേക്ഷിക്കുന്നത്, ഏതൊരുവനിൽ നിന്നാണോ ജനങ്ങൾ മാറി നിൽക്കുന്നത്. എന്തിനാണ് ജനങ്ങൾ മാറി നിൽക്കുന്നത്, ഉപേക്ഷിക്കുന്നത്? ഇത്തിഖാഅ ഫുഹ്ശിഹി, അവൻ്റെ വൃത്തികേടിനെ ഭയന്നുകൊണ്ട്, അവൻ്റെ നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള കടന്നുകയറ്റം ഭയന്നുകൊണ്ട് ജനങ്ങൾ ഏതൊരുവനിൽ നിന്നാണോ അകന്നു നിൽക്കുന്നത്, ഏതൊരുവനെയാണോ ഉപേക്ഷിക്കുന്നത്, അത്തരം ആളുകൾ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായ സ്ഥാനമായിരിക്കും അവർക്കുണ്ടായിരിക്കുക. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദർസിൽ അവസാനം പറഞ്ഞിരുന്നു, ഇനി നമ്മൾ കേൾക്കാനുള്ള ഹദീസ് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തും. ജനങ്ങൾ പല ആളുകളിൽ നിന്നും മാറി നിൽക്കാറുണ്ട്. അതല്ലെങ്കിൽ ചില ആളുകളോട് സംസാരിക്കുകയില്ല. ചില ആളുകൾക്ക് നസീഹത്ത് കൊടുക്കാൻ പോലും, അഥവാ ഗുണകാംക്ഷയായി അവരോട് വല്ലതും പറയാൻ പോലും ചില ആളുകൾക്ക് മടിയായിരിക്കും. കാരണം എന്താ? അവൻ്റെ നാവെങ്ങാനും അവൻ പൊക്കിയാൽ പിന്നെ ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അതിനു മാത്രം ജനങ്ങളെ കുത്തുവാക്കുകൊണ്ടും ആക്ഷേപവാക്കുകൊണ്ടും ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് അവരുടെ നാവിൻ്റെ നീളം എന്നത് വലിയ സംഭവമാണ് എന്നാണ്. അല്ല പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ ആളുകളായിരിക്കുമെന്നാണ്. ജനങ്ങൾക്കിടയിൽ നമുക്കങ്ങനെ ഒരു പേരൊരിക്കലും ഉണ്ടാവരുത്. അല്ല, അവൻ്റെ അടുക്കലേക്ക് പോകാൻ പറ്റൂല, അവനോട് സംസാരിക്കാൻ തന്നെ പറ്റൂല, അവനോട് മനുഷ്യന്മാർ സംസാരിക്കോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്താണ് കാരണം? ഈ വൃത്തികെട്ട നാവാണ്. നല്ല രൂപത്തിൽ സംസാരിക്കാൻ അവനറിയുകയില്ല. ജനങ്ങൾ അവനെ കണ്ട മാറി നിൽക്കും. ഇപ്പം ഇവൻ വിചാരിക്കും ഞാൻ വലിയ സംഭവമാണ്. അല്ല, യഥാർത്ഥത്തിൽ നിന്റെ ഷർറ് ഭയന്നിട്ടാണ്. അങ്ങനെ ഒരു ദുരവസ്ഥ പ്രിയമുള്ളവരെ നമുക്കൊരിക്കലും ഉണ്ടാവരുത്. ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ നമ്മളുമായി അടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവം എന്തൊരു മനോഹരമായിരുന്നു. ഇന്ന് നമ്മെക്കുറിച്ച് നമ്മുടെ കൂടെ ഒരു സൊഫിൽ നിന്ന് നിസ്കരിക്കുന്നവർ പോലും പറയാറുള്ളത് എന്താണ്? സ്ഥലങ്കാലിയായിക്കോ, ഇല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ്. കാരണം എന്താ? കൂടുതൽ നിൽക്കാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് ആളുകൾ എഴുതിവിടുന്നത്, എന്തൊക്കെയാണ് ആളുകൾ സംസാരിക്കുന്നത്. എന്നിട്ട് അവന് മറുപടി ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ വിചാരിക്കുക അൽഹംദുലില്ലാഹ്, ആളുകളൊക്കെ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് ധരിച്ചു. അല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്തരമൊരു ദുരവസ്ഥയാണത്. നല്ലൊരു കാര്യമല്ല. ജനങ്ങൾ അടുക്കാതിരിക്കുക, ജനങ്ങൾ ഉപേക്ഷിക്കുക, ജനങ്ങൾ ഓടി അകലുക എന്നത് ഗുരുതരമായ അപകടമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ
സഹീഹിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരാൾ വന്നുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്ദനൂ ലഹു, അയാൾക്ക് അനുമതി നൽകുക, കടന്നു വരാൻ പറയുക അയാളോട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ബിഇസ അഖുൽ അശീറ ഔ ഇബ്നുൽ അശീറ, ഒരു കുടുംബത്തിലെ ഗോത്രത്തിലെ തലവനായിരുന്നു, അങ്ങനെയുള്ള ഒരുവനായിരുന്നു സമ്മതം ചോദിച്ചിരുന്നത്. ഫലമ്മാ ദഖല അലാന ലഹുൽ കലാമ, അയാൾ അകത്തേക്ക് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് വളരെ മാന്യമായി മൃദുലമായി സംസാരിക്കുകയുണ്ടായി. അങ്ങനെ അയാൾ തിരിച്ചു പോയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുൽതല്ലദീ ഖുൽത, താങ്കൾ അയാൾ വന്നപ്പോൾ ഇന്ന ഇന്ന രൂപത്തിലൊക്കെ പറഞ്ഞിരുന്നില്ലേ, മോശമായ വ്യക്തിയാണെന്നല്ലേ പറഞ്ഞത്? സുമ്മ അലൻത ലഹുൽ കലാമ, എന്നിട്ട് അയാൾ അകത്തേക്ക് വന്നപ്പോൾ താങ്കൾ വളരെ മൃദുലമായി മാന്യമായി സംസാരിക്കുകയും ചെയ്തു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐ ആയിഷ, ഇന്ന ശർറൻ നാസി മൻ തറകഹു നാസു ഔ വദഅഹു നാസു ഇത്തിഖാഅ ഫുഹ്ശിഹി, തീർച്ചയായും ജനങ്ങളിൽ ഏറ്റവും നികൃഷ്ടൻ, മോശമായ വ്യക്തി ഏതൊരുവനെയാണോ ജനങ്ങൾ ഉപേക്ഷിക്കുന്നത്, അവനിൽ നിന്ന് മാറി നിൽക്കുന്നത്, അവന്റെ വൃത്തികേട് കാരണത്താൽ, അവന്റെ മോശമായ നാവ് കാരണത്താൽ, അങ്ങനെയുള്ളവനാണ് ജനങ്ങളിൽ ഏറ്റവും നികൃഷ്ടൻ, ഏറ്റവും മോശമായ ഒരുവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സമ്മതം ചോദിച്ചു വന്ന ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച വാക്കാണിത്. പക്ഷെ അയാളോട് അവിടുന്ന് നല്ല രൂപത്തിൽ സംസാരിച്ചു. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൽ ഓരോ മനുഷ്യനും ഓരോരുത്തർക്കും മഹത്തായ ഗുണപാഠമുണ്ട്. ഏതൊരുവന്റെ നാവിന്റെ ഉപദ്രവം ഭയക്കുന്നുവോ അത്തരം ആളുകളിൽ നിന്ന് മാറി നിൽക്കും പൊതുവെ ജനങ്ങൾ. എന്നാൽ ഇനി സംസാരിക്കേണ്ടി വന്നാൽ, ഇടപഴകേണ്ടി വന്നാൽ, അങ്ങനെ ഒരു പരീക്ഷണം ആർക്കെങ്കിലും വന്നു ഭവിച്ചാൽ ഇതുപോലെ നല്ല രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. വളരെ വൃത്തിയിൽ നല്ല രൂപത്തിൽ സംസാരിക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അപാകത വന്നാൽ പിന്നെ അയാളുടെ നാവ് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അടിവേര് വരെ അറുത്തു കളയും. നോക്കൂ, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇത്തരം ആളുകളുടെ ശർറ് ഭയന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അവിടുന്ന് ഈ വാക്ക് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ ജനങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ, അങ്ങനെ ഒരാളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാളാണ് ഏറ്റവും നികൃഷ്ടനായ മനുഷ്യൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവനെന്നാണ്. നമ്മളിവിടെ വായിച്ച ഹദീസിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ സ്ഥാനമുള്ളവൻ എന്നാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ പണ്ടേ അങ്ങനെയാണ്, എന്റെ സ്വഭാവം പണ്ടേ അങ്ങനെയാണ്. എന്റെ സ്വഭാവം പണ്ടേ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവത്തിനാണ് ആ മേന്മ പറയാൻ സാധിക്കുകയുള്ളൂ. മോശമായ സ്വഭാവമാണെങ്കിൽ മാറ്റണം, തിരുത്തണം. നമ്മുടെ നാവിന്റെ വൃത്തികേടുകൾ മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ളതല്ല, അതല്ലെങ്കിൽ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാനുള്ളതല്ല. അത് വൻപാപമാണ്, ചെറിയൊരു കാര്യമല്ല, നിസാരമായ ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അധ്യായം നമ്മെ ഒരുപാട് ഭയപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ ഇത്തരം ശർറ് ഭയക്കുന്ന ആളുകളോട് പെരുമാറേണ്ട രീതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. എങ്ങനെയാണ്? അവൻ സംസാരിക്കുന്നത് പോലെ തിരിച്ചു സംസാരിക്കാൻ നമുക്ക് യാതൊരു നിവൃത്തിയുമില്ല. കാരണം അതുപോലെയുള്ള ഫാഹിഷത്ത്, വൃത്തികേടുകൾ നമ്മളും പറയേണ്ടി വരും. ഇതൊരു മുഅ്മിനിന് യോജിച്ചതല്ല. ഒരു മുഅ്മിനിന് ഒരിക്കലും അത്തരം പ്രയോഗങ്ങൾ യോജിച്ചതല്ല. മറിച്ച് നല്ല സംസാരം സംസാരിക്കണം. ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നെത്തിയാൽ ഒന്നല്ലെങ്കിൽ മാറി നിൽക്കുക, അതല്ലെങ്കിൽ നല്ല രൂപത്തിൽ സംസാരിച്ചു പറഞ്ഞേക്കുക. ദുനിയാവിന്റെയോ ദീനിന്റെയോ മസ്ലഹത്തിനു വേണ്ടി ഇങ്ങനെയുള്ള
കാര്യം അനുവദനീയമാണ്. മുദാറാത്ത് എന്നാണ് അറബിയിൽ അതിന് പറയുക. മുദാറാത്ത് എന്ന് പറഞ്ഞാൽ ഷർറ് ഭയക്കുന്ന ആളുകളോട് നല്ല രൂപത്തിൽ സംസാരിക്കുക എന്നത് അനുവദനീയമാണ്. ഈ ഹദീസ് അതിന് തെളിവാണ്, ഈ സംഭവം അതിന് തെളിവാണ്. ചില ആളുകൾ അങ്ങനെ ഉണ്ടാകും, അത് ഏത് മേഖലയിലായാലും. അങ്ങനെയുള്ള ആളുകളുടെ ഷർറ് നമ്മുടെ ദീനിനോ ദുനിയാവിനോ നാം ഭയക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രൂപത്തിൽ സംസാരിച്ചു പറഞ്ഞേക്കാം. നമുക്ക് നല്ല രൂപത്തിൽ സംസാരിച്ചു പറഞ്ഞേക്കാനുള്ള അനുവാദമുണ്ട്. ചിലപ്പോൾ അങ്ങേയറ്റം നിഷേധിയായിരിക്കാം, ചിലപ്പോൾ കടുത്ത ബിദ്അത്തുകാരനായിരിക്കാം, അങ്ങനെയുള്ള മോശപ്പെട്ട ആളുകളായിരിക്കാം. നമ്മുടെ ദീനിനോ നമ്മുടെ ദുനിയാവിനോ വല്ല ഉപദ്രവവും ഉണ്ടാവും എങ്കിൽ മാന്യമായി നല്ല രൂപത്തിൽ സംസാരിച്ച് പറഞ്ഞേക്കാം. അതോടൊപ്പം മറ്റൊരു ഗുണപാഠം കൂടി ഈ ഹദീസിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് താക്കീത് ചെയ്യുകയും വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബിഇസ അഖുൽ അശീറ, എത്ര മോശമായ മനുഷ്യനാണ് എന്ന അർത്ഥത്തിൽ അവിടുന്ന് പ്രയോഗിച്ചു. ഇപ്പൊ ഷർറിന്റെ ആളുകളെ കുറിച്ച് താക്കീത് ചെയ്യണം. അതോടൊപ്പം അവരുടെ ഷർറ് ഭയക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ സംസാരിക്കുകയും ചെയ്യാം. അതിന് മുദാറാത്ത് എന്നാണ് പറയുക. അല്ലാതെ അവരുടെ ഷർറ്, അവരുടെ ഉപദ്രവം, അവരുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഒതുക്കി വെച്ചിട്ട് ചിരിച്ച് സംസാരിച്ച് ചായ കുടിച്ച് പിരിയലല്ല. നമ്മുടെ ദീൻ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള മുദാഹനത്ത് പാടില്ല. അതിന് മുദാഹനത്ത് എന്നാണ് പറയുക. ദീനിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കൽ അത് പാടില്ല. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അള്ളാഹു പറഞ്ഞില്ലേ, നബിയെ താങ്കൾ ദീനിന്റെ കാര്യത്തിൽ അലസത കാണിക്കുകയാണെങ്കിൽ, ഒരൽപ്പം വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അവരും അങ്ങനെ പെരുമാറും. അങ്ങനെയില്ല, ആ ഒരു മുദാഹനത്തില്ല, മറിച്ച് മുദാറാത്തുണ്ട്. ഇത് രണ്ടും അറബി വാക്കുകളാണ്. ഈ രൂപത്തിലാണത് മനസ്സിലാക്കേണ്ടത്. അടുത്തതായി 20-ാമത്തെ അധ്യായം അദ്ദേഹം പറഞ്ഞു, ബാബുൻ അൽ ബദാഉ വൽ ഫുഹ്ഷു. അൽ ബദാഉ വൽ ഫുഹ്ഷ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള വൃത്തികേടുകൾ എന്നാണ് പൊതുവെ അതിന് അർത്ഥം പറയുക. മോശമായ വൃത്തികെട്ട വാക്കുകൾ, പ്രവർത്തനങ്ങൾ എന്നൊക്കെ അതിന് അർത്ഥം പറയാം. അൽ ബദാഉ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള വൃത്തികേടുകളാണ്, അഥവാ നാവ് കൊണ്ടുള്ള എല്ലാ മോശമായ വാക്കുകളും അതിൽ പെടും. വൽ ഫുഹ്ഷു എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളാണ്. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ, മോശമായ കാര്യങ്ങൾ അത് വൻപാപങ്ങളിൽ പെട്ടതാണ് എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അതിനാണ് ആ അധ്യായം ആ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. വല്ലദീന, അവർ, അഥവാ സൂറത്തുൽ ഫുർഖാനിലെ ഈ ആയത്തിന്റെ തൊട്ടു മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ നല്ലവരായ അടിമകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. അവരുടെ വിശേഷണങ്ങൾ, അവരുടെ വിശേഷണങ്ങളിൽ പെട്ടതാണ് ലാ യശ്ഹദൂന അസ്സൂറ, അവർ സൂറിന് സാക്ഷ്യം വഹിക്കുകയില്ല, അഥവാ വ്യാജമായ വ്യർത്ഥമായ ഒന്നിനും അവർ സാക്ഷ്യം വഹിക്കുകയില്ല. വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, വൃത്തികേടുകൾ നടക്കുന്ന, അനാവശ്യ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൂടെ ഇനി പോകേണ്ടി വന്നാൽ, നടന്നു പോകേണ്ടി വന്നാൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ മാന്യന്മാരായിക്കൊണ്ട് അവർ നടന്നു പോവുകയും ചെയ്യും. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സത്യവിശ്വാസികളുടെ, റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ വിശേഷണങ്ങളിൽ ഒന്നായിക്കൊണ്ടാണ്. അഥവാ അവർ ലാ യശ്ഹദൂന അസ്സൂർ, ബാത്തിലായ വ്യർത്ഥമായ ഒരു കാര്യത്തിലും സാക്ഷ്യം വഹിക്കുകയില്ല. അസ്സൂർ എന്ന് പറഞ്ഞാൽ ഹുവൽ ബാത്തിൽ വ മജാലിസുൽ ബാത്തിൽ. അൽ ബാത്തിൽ എന്നാൽ വ്യർത്ഥം, വ്യാജം, ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ അത് നടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള മജ്ലിസുകൾ, അങ്ങനെയുള്ള ഒരു സൂറായ ഒരു കാര്യത്തിനും
റഹ്മാനായ റബ്ബിന്റെ നല്ലവരായ അടിമകൾ സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഈ ആയത്ത് ഇവിടെ തെളിവായി ഉദ്ധരിക്കാനുള്ള കാരണം ബാത്തിലും മജാലിസുൽ ബാത്തിലും എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് അള്ളാഹു ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും അതിൽ വരും. പൊതുവെ മൊത്തത്തിൽ നിരുപാധികം എല്ലാ ഹറാമായ കാര്യങ്ങളും അതിൽ വരും. ഇവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള എല്ലാ തിന്മകളും അതിൽ ഉൾപ്പെടും എന്നതുകൊണ്ടാണ്. അതിൽപ്പെട്ടതാണ് ഗീബത്ത്, നമീമത്ത്, പരിഹാസം, കുത്തുവാക്കുകൾ പറയൽ, ആളുകളുടെ അഭിമാനത്തെ പിച്ചിച്ചീന്തൽ, ആളുകൾക്ക് മേൽ കടന്നുകയറ്റം, ഇങ്ങനെയുള്ള തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞതും അല്ലാത്തതുമായ എന്തൊക്കെ മോശമായ ബാത്തിലായ ഹറാമായ കാര്യങ്ങളുണ്ടോ അതിനൊന്നും റഹ്മാനായ റബ്ബിന്റെ അടിമകൾ സാക്ഷികളാവുകയില്ല. അവർ സ്വയം അതിന്റെ ആളുകളാവുകയില്ല. അത്തരം മജ്ലിസുകളിലും അവർ ഇരിക്കുകയില്ല. അപ്പോൾ അള്ളാഹു ഹറാമാക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, അസൂർ എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ തിന്മയാണ് അശ്ശിർക്ക് വ ഇബാദത്തുൽ അസ്നാം, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കൽ, ബിംബാരാധന, വിഗ്രഹാരാധന പോലെയുള്ള കാര്യങ്ങൾക്ക് റഹ്മാനായ റബ്ബിന്റെ അടിമകൾ സാക്ഷികളാവുകയില്ല, അവരെ അതിന് കിട്ടുകയില്ല. അതുപോലെ തന്നെ അൽ കദിബ്, കളവ് എന്ന് തഫ്സീർ നൽകപ്പെട്ടിട്ടുണ്ട്. വൽ ഫിസ്ഖ്, അധർമ്മം. അതുപോലെ തന്നെ വല്ലഗ്വ്, സംഗീതം, സിനിമകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടും. അതുപോലെ ചില മുൻഗാമികൾ പറഞ്ഞു, അസൂർ എന്നാൽ ഹുവൽ ലഹ്വു വൽ ഗിന, വാദ്യോപകരണങ്ങൾ, സംഗീതം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടും. അതുപോലെ സഹാബത്തും താബിഈങ്ങളുമായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു, അഅയാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ ആഘോഷങ്ങൾ, അതൊക്കെ ഈ സൂറിന്റെ പരിധിയിൽ വരും. അതുപോലെ തന്നെ വൃത്തികെട്ട വാക്കുകൾ, സംസാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ വഴിയരിക്, ക്ലബ്ബുകൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മോശമായ സംസാരങ്ങൾ നടക്കുന്ന അങ്ങനെയുള്ള മജ്ലിസുകൾ ഇതിൽപ്പെടും. അതുപോലെ തന്നെ മദ്യം വിളമ്പുന്ന സദസ്സുകൾ, ഇതെല്ലാം സൂറിന്റെ പരിധിയിൽ വരുമെന്നാണ്. ഇതിനൊന്നും ഇബാദുർ റഹ്മാൻ സാക്ഷികളാവുകയില്ല. റഹ്മാനായ റബ്ബിന്റെ നല്ലവരായ അടിമകൾ ഇതിലൊന്നും ഉണ്ടാവുകയില്ല, അതിലൊന്നും അവരുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. ഇതിൽ വാക്കുകൊണ്ടാവട്ടെ പ്രവൃത്തി കൊണ്ടാവട്ടെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും ഒരു സത്യവിശ്വാസി മാറി നിൽക്കണം. എന്നാലേ റഹ്മാനായ റബ്ബിന്റെ അടിമകളിൽ ഉൾപ്പെടുകയുള്ളൂ എന്നതാണ് ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. ഇനി അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്ന, മേൽപ്പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാവട്ടെ, അതിനിടയിലൂടെ നടക്കേണ്ടി വന്നാൽ, പോകേണ്ടി വന്നാൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാനോ അതിലേക്ക് താല്പര്യമുണ്ടാവാനോ ഒന്നുമില്ല. മറിച്ച് അവർ മാന്യന്മാരായിക്കൊണ്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് എന്ന ബോധ്യത്തോടെ കടന്നു പോകുന്നവരുമാണ്. ഇത് സഹോദരങ്ങളെ നമുക്ക് ഒരുപാട് ഗുണപാഠം നൽകുന്ന ആയത്താണിത്. ഏത് തിന്മകളാവട്ടെ, മ്ലേച്ഛതകളാവട്ടെ, വൃത്തികേടുകളാവട്ടെ, അതിൽ നിന്നൊക്കെ നമ്മൾ അകന്നു നിൽക്കണം എന്നുള്ളതാണ്. പല ആളുകളും കൂടെയുള്ള കൂട്ടുകാർ അവർ തിന്മകളുടെ ആളുകളാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും. നീ ചെയ്യണ്ട, നിനക്ക് അവന്റെ കൂടെ ഇരിക്കാൻ അനുവാദമില്ല. നീ ചെയ്തില്ലെങ്കിലും നീ കേട്ടാൽ, നീ കണ്ടാൽ നീ അതിന്റെ ആളുകളായി തീരും. അല്ലാഹു പറഞ്ഞില്ലേ, വലാ തർകനു ഇലല്ലദീന ളലമു ഫതമസ്സകുമുൻ നാർ.
ബാലിമകളായ അതിക്രമകാരികളായ ആളുകളിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോവരുത്. നരകം നിങ്ങളെ സ്പർശിക്കും. നമ്മൾ ചെയ്യണമെന്നില്ല, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ ചെയ്യുന്ന സ്ഥലങ്ങൾ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ മുഅ്മിനീങ്ങളായ ചില ആളുകളെ കുറിച്ച്, വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു, ലഗ്വായ മോശമായ വൃത്തികേടുകൾ അനാവശ്യമായ കാര്യങ്ങൾ അവർ കേൾക്കുകയാണെങ്കിൽ അഅറദു അൻഹു, അവരതിൽ നിന്ന് മാറി നിൽക്കും, അതിനെ തൊട്ട് തിരിഞ്ഞു കളയും. അത് മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്, മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. വൃത്തികേടുകളിൽ നിന്ന് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറഞ്ഞത്. അടുത്തതായി ശൈഖ് റഹിമഹുല്ലാഹ് ഒരു ഹദീസ് ഉദ്ധരിച്ചു. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ലൈസൽ മുഅ്മിൻ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മുഅ്മിനിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായാൽ ഒരാൾ പരിപൂർണമായ സത്യവിശ്വാസിയാവുകയില്ല. എന്തൊക്കെയാണ് മുഅ്മിനിന് ഉണ്ടാവാൻ പാടില്ലാത്ത വിശേഷണങ്ങൾ? ബിത്തആൻ, മുഅ്മിൻ ഒരിക്കലും തആനാവരുത്. അത്തആൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യദ്കുറു നാസ ബിസൂ, ജനങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവൻ, മോശമായ വാക്കുകൾ പ്രയോഗിക്കുക. അഥവാ തൊട്ടു മുന്നേ പറഞ്ഞതൊക്കെ അതിൽ വരും. ആളുകളുടെ മേൽ കടന്നുകയറ്റം നടത്തുക, ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, അഥവാ ഏഷണി, പരദൂഷണം. ഒരാൾ ഇല്ലാതിരിക്കുമ്പോൾ അയാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് പറയൽ, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് കേട്ട വാക്ക് മറ്റൊരാളിലേക്ക് കുഴപ്പം ഉദ്ദേശിച്ചുകൊണ്ട് എത്തിക്കുക. അതുപോലെ തന്നെ ആളുകളെ പരിഹസിക്കൽ, ആളുകളെ കളിയാക്കൽ, ആളുകളെ നേരത്തെ നമ്മൾ ആയത്തിൽ കേട്ടതുപോലെ കുത്തുവാക്കുകൾ കൊണ്ട് കുത്തിപ്പറഞ്ഞ് നോവിക്കൽ, ഇതൊക്കെയാണ് തഅനിൽ വരിക. ഒരു മുഅ്മിൻ ഒരിക്കലും തആനല്ല. സഹോദരങ്ങളെ, ഈ പറഞ്ഞ വിശേഷണങ്ങൾ അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വവും അല്ലാതെയും നമ്മിലില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതിലൊന്നുമില്ല എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധിക്കുമോ? ഒരു മുഅ്മിനിന്റെ അടയാളത്തിൽ പെട്ടതല്ല എന്നാണിത്. ഈ പറഞ്ഞ കാര്യമുണ്ടോ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നാണ്. ഇതൊക്കെ നാവ് കൊണ്ട് സംഭവിക്കുന്ന തിന്മകളാണ്. വലല്ലആൻ, അല്ലഅൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ശാപം എന്നാണ് അർത്ഥം. ഒരു മുഅ്മിൻ ഒരിക്കലും ശാപ പ്രാർത്ഥന നടത്തുകയില്ല, നടത്താൻ പാടില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചു, കേവലം ശപിക്കുക എന്നത് മാത്രമല്ല, ജനങ്ങൾക്കെതിരിൽ മോശമായ പ്രാർത്ഥന നടത്തുകയില്ല എന്നും ഈ വാക്കിന് അർത്ഥം പറയാം. ഉദാഹരണത്തിന്, നീ നശിച്ചു പോകട്ടെ, അല്ലെങ്കിൽ ഇന്നയാൾ തൊലഞ്ഞു പോകട്ടെ, അയാളെ അല്ലാഹു നരകത്തിലാക്കട്ടെ, അയാൾക്ക് അങ്ങനെ സംഭവിക്കട്ടെ, അയാൾക്ക് ഇങ്ങനെ സംഭവിക്കട്ടെ എന്നിങ്ങനെ ജനങ്ങൾക്കെതിരിൽ മോശമായ പ്രാർത്ഥന നടത്തുക എന്നതാണ് ഇവിടെ ഉദ്ദേശം. ജനങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കൽ, അതൊരിക്കലും ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തലാഅനു ബിലഅനത്തില്ലാഹി വലാ ബിഗളബിഹി വലാ ബിന്നാർ. അല്ലാഹുവിന്റെ ശാപത്തിനു വേണ്ടിയോ അല്ലാഹുവിന്റെ കോപത്തിനു വേണ്ടിയോ നരകത്തിനു വേണ്ടിയോ നിങ്ങൾ പരസ്പരം പ്രാർത്ഥനകൾ നടത്തരുത്. ഇത് സഹോദരങ്ങളെ വളരെ ഗൗരവമായ കാര്യമാണ്. പൊതുവെ ജനങ്ങളോട് ഗുണകാംക്ഷയുള്ളവരായിരിക്കണം ഒരു മുഅ്മിൻ. അമ്പിയാക്കൾ, അല്ലാഹുവിന്റെ നബിമാർ, അവരുടെ ചരിത്രമെടുത്തു നോക്കിയാൽ
അങ്ങേയറ്റം ഉപദ്രവിച്ച ജനങ്ങൾക്ക് വേണ്ടി പിന്നെയും അവർ പ്രാർത്ഥിക്കും, പിന്നെയും ഹിദായത്തിലാവാൻ പ്രാർത്ഥിക്കും, പിന്നെയും അവർ നന്നാവാൻ പ്രാർത്ഥിക്കും. അതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ് ഉപദ്രവിച്ച് അവിടുത്തെ ശരീരത്തിൽ നിന്നും രക്തം പൊട്ടിയൊലിച്ച് അവിടുന്ന് ബോധരഹിതനായി വീഴുകയുണ്ടായി. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു പർവ്വതത്തിന്റെ മലക്കുമായി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് പർവ്വതത്തിന്റെ മലക്ക്, അതുമായി ബന്ധപ്പെട്ട ജോലികൾ ഏൽപ്പിച്ച ആളാണ് ഇദ്ദേഹം. താങ്കളൊന്ന് പറയുകയാണെങ്കിൽ ആ 2 പർവ്വതങ്ങൾ താങ്കളെ ഉപദ്രവിച്ച ജനങ്ങളുടെ മുകളിലേക്ക് മറിച്ചിട്ടേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല. അവർക്ക് ശേഷം അവരുടെ മുതുകിൽ നിന്നും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുവഹിദുകളായ ആളുകൾ വരാനുണ്ട്, അവരെ ഉപദ്രവിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഏറ്റവും അവസാനമാണ് അമ്പിയാക്കൾ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം പ്രബോധനം ചെയ്തു. 950 വർഷമാണ്, 95 വർഷമല്ല, 1050 കുറവ് പ്രബോധനം ചെയ്തു. ഒരുപാട് അദ്ദേഹത്തെ അവർ പരിഹസിച്ചു, ഉപദ്രവിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. അവസാനം കപ്പലുണ്ടാക്കുമ്പോൾ പോലും കുത്തുവാക്ക് പറയുകയാണ് ചെയ്തത്. അവിടെ ഒരു വെള്ളമോ ഒരു പുഴയോ കടലോ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ദൈവൻ കപ്പലുണ്ടാക്കുന്നു എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അതിലൂടെ കടന്നുപോകുന്ന ആളുകൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. ഇപ്പോൾ നിങ്ങൾ നമ്മെ പരിഹസിക്കുന്നുണ്ടല്ലോ, ഇതുപോലെ നാളെ നമ്മളും നിങ്ങളെ പരിഹസിക്കും എന്ന മനോഹരമായ വാക്കാണ് പറഞ്ഞത് അവരോട്. എന്നിട്ട് അവസാനമാണ് അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞത്, റബ്ബേ, ഈ ആളുകളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന്. അത് നബിമാരുടെ സ്വാലിഹീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മനോഹരമായ സംഭവങ്ങൾ കാണാം. അദ്ദേഹത്തെ ഉപദ്രവിച്ച ആളുകൾക്ക് അദ്ദേഹം നിരുപാധികം മാപ്പ് കൊടുത്തതായി കാണാം. ആളുകൾ അവരോട് പ്രതികാരം ചോദിക്കാൻ ഒരുങ്ങിയപ്പോൾ എനിക്ക് യാതൊരു പരാതിയുമില്ല, എനിക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ ഇറങ്ങരുത് എന്ന് പറഞ്ഞവരെ പിന്തിരിപ്പിച്ചതായി കാണാം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അമ്പിയാക്കളുടെ, മഹാന്മാരായ ഉലമാക്കളുടേത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും എത്ര വിവരമില്ലാത്ത ആളുകൾ മഹാന്മാരായ ഉലമാക്കളെ ചീത്ത വിളിക്കുന്നു. അവരാരും വാട്സപ്പ് ഓണാക്കിയിട്ട് തിരിച്ച് ചീത്ത പറയാറില്ല. അവരാരും അടുത്ത ദർസിൽ ചീത്ത വിളിക്കാറില്ല. അവരാരും ഈ പറഞ്ഞ ആളുകളുടെ ജോലിയോ കൂലിയോ നോക്കാറില്ല. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഒന്നും പറയാറില്ല. അത് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹ് നിന്നെ നന്നാക്കട്ടെ എന്ന് പറയുക പരമാവധി. തൊട്ടു മുന്നേ കഴിഞ്ഞ അധ്യായങ്ങളിൽ ഒന്നിൽ നമ്മളത് വിശദീകരിച്ചിരുന്നു. അപ്പോൾ ജനങ്ങളെക്കുറിച്ച്, ജനങ്ങൾക്കെതിരിൽ മോശമായ പ്രാർത്ഥനകൾ നടത്തരുത്. ഈ പറഞ്ഞ രൂപങ്ങളൊക്കെ അതിന്റെ പരിധിയിൽ വരും. ജനങ്ങൾക്കെതിരിൽ മോശമായ പ്രാർത്ഥനകൾ നടത്തുന്നവനല്ല മുഅ്മിൻ എന്നാണ് അതിന്റെ അർത്ഥം. വലൽ ഫാഹിഷി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ഫാഹിഷ്. ഫാഹിഷ് എന്ന് പറഞ്ഞാൽ തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, അൽ ഫാഹിഷ് വൽ ബദി. ഫാഹിഷും ബദീഉം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജനങ്ങളെ ഉപദ്രവിക്കുന്നവർക്കാണ് അത് പറയുക. വൃത്തികേടുകൾ പറയുക, പ്രവർത്തിക്കുക, മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, ഇതൊക്കെ അതിൽ വരും, അതിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. ഒരിക്കലും ഒരു മുഅ്മിനിന് ഈ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഈ മോശമായ സ്വഭാവ ഗുണങ്ങൾ ഒരിക്കലും ഒരു മുഅ്മിൻ ഉണ്ടാവാൻ പാടില്ല. ഇതുള്ള ഒരുവൻ പരിപൂർണ മുഅ്മിനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും മൂന്നാമത് പറഞ്ഞതും നാലാമത് പറഞ്ഞതും ഒക്കെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, ഇതുപോലെയുള്ള തെറ്റുകൾ, തിന്മകൾ
നമ്മുടെ ഈമാനിന് ക്ഷതമേൽപ്പിക്കുന്നു എന്നാണ്. നേരത്തെ പറഞ്ഞില്ലേ, എന്റെ സ്വഭാവം പണ്ടേ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മേന്മ നടിക്കാനുള്ളതല്ല. നമ്മൾ അറിയാതെ നമ്മുടെ ഈമാനിൽ കുറവ് സംഭവിക്കുകയാണ്. ഇത്തരത്തിലുള്ള മോശമായ സ്വഭാവ ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല എന്ന് പറയുമ്പോൾ എനിക്കത് മതി എന്നാണോ, ഞാൻ പണ്ടേ അങ്ങനെയാണ് എന്നാണോ? എങ്ങനെ നമുക്കങ്ങനെ പറയാൻ സാധിക്കും? പരിപൂർണമായ മുഅ്മിനായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണ്ടേ? പരിപൂർണമായ യഥാർത്ഥ മുഅ്മിനായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസ് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അടുത്തതായി അദ്ദേഹം മറ്റൊരു ഹദീസ് ഉദ്ധരിച്ചു. വലഹു വസഹഹഹു അൻ അബി ദർദാഇ റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അദ്ദേഹം അത് സഹീഹാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഖുലുഖി وإن الله يبغض الفاحش البذيء الذي يتكلم بالفحش. ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിനിന്റെ മീസാനിൽ, തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ മറ്റൊരു കാര്യവും ഭാരം തൂങ്ങുകയില്ല. സൽസ്വഭാവത്തേക്കാൾ ഭാരം തൂങ്ങുന്ന മറ്റൊന്നും ഉണ്ടാവുകയില്ല ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിനിന്റെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോൾ. അഥവാ കർമ്മങ്ങൾ, ഇബാദത്തുകൾ, അത് മീസാനിൽ ഭാരം തൂക്കുമ്പോൾ ഹുസ്നുൽ ഖുൽഖിന് ഏറ്റവും ഭാരം തൂങ്ങും എന്ന് ചുരുക്കം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നല്ലാഹ ലയുബ്ഗിദു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു, അല്ലാഹുവിന് വെറുപ്പാണ്, അൽ ഫാഹിഷൽ ബദീഅ അല്ലദീ യതകല്ലമു ബിൽ ഫഹ്ഷി. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ ഫാഹിഷും ബദീഉം, അഥവാ മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്ന, വൃത്തികേടുകൾ സംസാരിക്കുന്ന, അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തിന്റെ പ്രാധാന്യമാണ്, ശ്രേഷ്ഠതയാണ് വിവരിക്കുന്നത്. സൽസ്വഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നല്ല സ്വഭാവം, അത് ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവന്റെ അടിമകൾക്ക് നൽകുന്ന റബ്ബിന്റെ ഔദാര്യമാണ്. നല്ല സ്വഭാവം ഒരാൾക്ക് കിട്ടുക എന്നത് വലിയ അനുഗ്രഹമാണ്. ആ സൽസ്വഭാവം എന്നത് പരലോകത്ത് നമ്മുടെ മീസാനിൽ ഭാരം തൂങ്ങുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കൂ, സ്വഭാവം മോശമായിട്ട് അതിന്റെ പേരിൽ പെരുമ നടിക്കുക എന്നത് എത്ര മോശമായ കാര്യമാണ്. മീസാനിൽ ഭാരം തൂക്കുന്ന കാര്യമാണിത്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയുണ്ടായി, അധികം ജനങ്ങളും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിലുള്ള സൂക്ഷ്മതയും സൽസ്വഭാവവുമാണ് ജനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അപ്പൊ നോക്കൂ, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമാണെന്ത്? സൽസ്വഭാവം. തഖ്വയും സൽസ്വഭാവവും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വ അഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുക്കും അഖ്ലാഖ. നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും ഖിയാമത്ത് നാളിൽ ഞാനുമായി സാമീപ്യം ലഭിക്കുന്നവനും നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ്. നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ലഭിക്കാൻ അത് കാരണമാണ്. ഖിയാമത്ത് നാളിൽ അവിടുത്തെ സാമീപ്യം ലഭിക്കാൻ അത് കാരണമാണ്. എന്നാൽ ഈ ഹദീസിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിന് വെറുപ്പാണെന്ത്? മോശമായ സംസാരം നടത്തുന്ന ഒരുവനെ, ഫാഹിഷും ബദീഉമായ വൃത്തികേടുകൾ സംസാരിക്കുന്ന ഒരുവനെ അള്ളാഹു വെറുക്കുന്നു. അപ്പൊ നാവ് നന്നാക്കാൻ, സ്വഭാവം നന്നാക്കാൻ
നാം എത്ര പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഖൂലു ലിന്നാസി ഹുസ്നൻ, ജനങ്ങളോട് നിങ്ങൾ നല്ല സംസാരം നടത്തുക, നല്ല രൂപത്തിൽ സംസാരിക്കുക, ജനങ്ങളോട് നല്ല രൂപത്തിൽ നിങ്ങൾ സംസാരിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വൃത്തികേടുകൾ സംസാരിക്കാൻ പാടില്ല, മോശമായ വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല. കൂട്ടുകാരെ വിളിക്കുക വൃത്തികെട്ട പേരുകളിലായിരിക്കും, പരസ്പരം കൂട്ടുകാർ വിളിക്കുന്ന മോശമായ വൃത്തികെട്ട പേരുകളുണ്ട്. ഇത്തരം വൃത്തികേടുകൾ മാത്രം പറയുന്ന ചില വിവരദോഷികളുടെ വ്ളോഗുകൾ, വീഡിയോകൾ കാണാൻ ചെറിയ മക്കൾ വരെ തല്ലുകൂടുകയാണ്. വൃത്തികേടുകൾ പറയുന്നവന് വരെ സമൂഹത്തിൽ വലിയ സ്ഥാനമാണ്. അവൻ വീഡിയോ ഓണാക്കിയിട്ട് പറയുന്ന എന്താണ്? മുഴുവൻ തെറികളായിരിക്കും, മുഴുവൻ വൃത്തികേടുകളായിരിക്കും, തോന്നിവാസങ്ങളായിരിക്കും. എന്നിട്ട് അത് കേട്ടിരിക്കാൻ എത്ര ആളുകളുണ്ട്, കേട്ട് ചിരിക്കാൻ എത്ര ആളുകളുണ്ട്. ചെറിയ മക്കൾ വരെ അവന്റെ ഫാൻസാണ്. ഇപ്പൊ അൽഹംദുലില്ലാ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ എന്തൊരു ഷർറായിരുന്നു. ഇവന്റെ ഈ വൃത്തികേടുകളാണ് സ്കൂളുകളിൽ മക്കൾ സംസാരിക്കുന്നത്, വീടുകളിൽ സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൽ ഫാഹിഷി വലൽ ബദി അല്ലദീ യതകല്ലമു ബിൽ ഫുഹ്ഷ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന ആളുകളുടെ വിശേഷണമാണിത്. വൃത്തികേടുകൾ, മോശമായ വാക്കുകൾ, പ്രവൃത്തികൾ കൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കുക, മോശമായ വാക്കുകൾ പ്രയോഗിക്കുക എന്നത് അല്ലാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ആ വെറുപ്പുണ്ടാക്കുന്ന വൃത്തികേടുകളുടെ ഫാൻസ് ആവാനാണ് നമ്മുടെ ചെറിയ ചെറിയ മക്കൾ വരെ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അൽഹംദുലില്ലാ ഒരുപാട് കുറവുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഏതൊരു ഇങ്ങനെയുള്ള ആളുകളുടെയും പര്യവസാനം ഇതുപോലൊക്കെ തന്നെയാണ്. ഒരുപാട് കാലം അങ്ങനെ വിഹരിക്കാൻ അള്ളാഹു അനുവദിക്കുകയില്ല. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണം. വൃത്തികേടുകൾ എന്നത്, മോശമായ വാക്കുകൾ പ്രയോഗിക്കുക എന്നത് അതിന്റെ അപകടം നിസ്സാരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന കാര്യമാണ്. അത്തരം ആളുകളോട് അല്ലാഹുവിന് വെറുപ്പാണ്. അല്ലാഹുവിന് വെറുപ്പ് എന്ന സിഫത്തുണ്ട്, അത് അവന്റെ വിശേഷണമാണ്. അല്ലാഹുവിന്റെ ഗളബ് എന്നാൽ മനുഷ്യരുടെ ഗളബ് പോലെയല്ല. അല്ലാഹുവിന്റെ കോപം എന്നാൽ മനുഷ്യരുടെ കോപം പോലെയല്ല, അതല്ലെങ്കിൽ സൃഷ്ടികളുടെ കോപം പോലെയല്ല. അതൊരു മുഅ്മിൻ അങ്ങേയറ്റം ഭയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിൽ വന്നതുപോലെ നമ്മൾ സൽസ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം. ഒരാളുടെ സ്വഭാവം നന്നായാൽ അയാളുടെ നാവും വാക്കും പ്രവൃത്തിയും ഒക്കെ നന്നാവും. അതില്ലാതെ ആയാലാണ് വാക്കുകളും പ്രവൃത്തികളുമൊക്കെ വികൃതമായി തീരുക, മോശമായി തീരുക. നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗതമായി കിട്ടുന്ന ഒന്നല്ല സൽസ്വഭാവം, കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല സൽസ്വഭാവം. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ കനിഞ്ഞ് നൽകേണ്ടതാണ്. മാത്രമല്ല നല്ല മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതാണ്. നല്ല അന്തരീക്ഷം കിട്ടേണ്ടതുണ്ട് അതിന്. അത്തരത്തിലുള്ള വീടുകൾ ആയി തീരേണ്ടതുണ്ട് നമ്മുടെ വീടുകൾ. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞവനെ പോലെയുള്ള, പേര് പറയാൻ മാത്രം ഷൈഉൻ മദ്കൂർ അല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്, അത്തരം വൃത്തികേടുകൾ മാത്രം പറയുന്ന ആളുകളെ പോലെ നമ്മുടെ മക്കൾ, അതല്ലെങ്കിൽ നമ്മൾ, നമ്മുടെ സഹോദരങ്ങൾ ആയി മാറരുത്. വളരെ ഗൗരവമാണ് അത്, വൻപാപമാണ് എന്നതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. വൻപാപമാണ്, കബായിറുകളിൽപ്പെട്ടതാണ് അൽ ഫാഹിഷ് വൽ ബദി, വൃത്തികേടുകൾ സംസാരിക്കലും പ്രവർത്തിക്കലുമെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശൈഖ് റഹിമഹുല്ലാഹ് ഇനിയും ചില ഹദീസുകൾ കൂടി ആ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ അത് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ വൃത്തികേടുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
والله تعالى أعلى وأعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.